ഓൺലൈൻ വായ്പാ ഗെയിം ബെറ്റിംഗ് ആപ്പ് കമ്പനികൾ ചൈനയിലേക്ക് കടത്തിയത് 4000 കോടി രൂപയുടെ കള്ളപ്പണമെന്ന് ഇഡി. വിദേശ നിക്ഷേപങ്ങൾ നടന്നത് കടലാസ് സോഫ്റ്റ്വെയർ കമ്പനികളുടെ മറവിൽ. ബെറ്റിംഗ് ആപ്പ് കമ്പനികളുടെ കേരളത്തിലെ അക്കൗണ്ടുകൾ നിയന്ത്രിച്ച റാഫേൽ ജെയിംസ് റൊസാരിയോ കള്ളപ്പണ ഇടപാടുകളിലെ മുഖ്യ കണ്ണിയെന്നും ഇഡി. ഓൺലൈൻ ബെറ്റിംഗ് ഗെയിം ആപ്പുകൾ വഴി സ്വരൂപിച്ച പണം മുഴുവൻ കടലാസ് കമ്പനികളുടെ മറവിൽ വിദേശ രാജ്യങ്ങളിലേക്കായിരുന്നു കടത്തിയത്. ഇതിൽ 4000 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം ചൈനയിലെ കടലാസ് കമ്പനികളിലേക്കാണ് കടത്തിയതെന്ന് ഇഡി വ്യക്തമാക്കുന്നു. വ്യാജ IT സോഫ്റ്റ്വെയർ കമ്പനികൾ രൂപീകരിച്ചായിരുന്നു പണമിടപാടുകൾ. കള്ളപ്പണം സിംഗപ്പൂരിലേക്ക് കടത്തി ക്രിപ്റ്റോ കറൻസി രൂപത്തിലേക്കും മാറ്റിയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ സേവനങ്ങളൊന്നും ചെയ്യാതെ പണമിടപാടുകൾക്ക് വേണ്ടി മാത്രമാണ് രാജ്യത്തെ വൻ നഗരങ്ങളിൽ കടലാസ് കമ്പനികൾ രജിസ്റ്റർ ചെയ്തത്. ഓൺലൈൻ ബെറ്റിംഗ് ആപ്പ് കമ്പനികൾക്ക് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള അക്കൗണ്ടുകൾ നിയന്ത്രിച്ചിരുന്നവരിൽ നിരവധി മലയാളികളുമുണ്ട്. ഇവരിൽ മുഖ്യകണ്ണി റാഫേൽ ജെയിംസ് റൊസാരിയോയാണ്. വൈപ്പിലാണ് റാഫേൽ ജെയിംസിന്റെ വീട്. പുറമെ കോടികൾ കൈകാര്യം ചെയ്യുന്നയാളെന്ന സംശയം ഒരു തരത്തിലും തോന്നാത്ത വിധത്തിലായിരുന്നു റാഫേൽ റൊസാരിയോയുടെ പുറമെയുള്ള ജീവിത സാഹചര്യങ്ങൾ. റാഫേലിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ഇഡി കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി തുടർച്ചയായി ചോദ്യം ചെയ്തിരുന്നു. റാഫേൽ ജെയിംസ് റൊസാരിയോ കൈകാര്യം ചെയ്തിരുന്ന അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടുകൾ വഴിയായിരുന്നു പണം വിദേശത്തേക്ക് കടത്തിയിരുന്നത്. നിരവധി മലയാളികൾ ഓൺലൈൻ വായ്പാ ഗെയിം ആപ്പ് കമ്പനികൾക്കായി അക്കൗണ്ടുകൾ തുറന്ന് കള്ളപ്പണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി വ്യാജ ഇൻവോയ്സുകളിലൂടെയാണ് കള്ളപ്പണം കൈകാര്യം ചെയ്തിരുന്നത്. ജനം, കൊച്ചി.